ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മനു സൈമൺ ഫിലിം. ഇന്ന് നമ്മൾ മൂന്നാറിലെ കുണ്ടൽ ഡാമിലാണ് എത്തിയിരിക്കുന്നത്. കുണ്ടൽ ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. നമ്മൾ കുണ്ടല ഡാമിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. കുണ്ടൽ ഡാമിൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ട്, തുഴയുന്ന ബോട്ട്, അതുപോലെ കുട്ടവഞ്ചി, ഇതൊക്കെ ഇവിടെയുണ്ട്. നമുക്കതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. റേറ്റൊക്കെ വളരെ കുറവാണ്. ഞാൻ റേറ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നല്ല അത്ര വലിയ തിരക്കൊന്നുമില്ല. നല്ല യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇടയിലുള്ള നല്ല തണുപ്പുള്ള അന്തരീക്ഷം ആയതുകൊണ്ട് വളരെ നല്ലൊരു അനുഭവമായിരിക്കും ഇവിടുത്തെ ബോട്ടിംഗ് എന്ന് പറയാൻ. മനോഹരമായ കുണ്ടള ഡാം സ്ഥിതി ചെയ്യുന്നത് മുതിരപ്പുഴയാറിലാണ്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിച്ചതാണ് ഈ അണക്കെട്ട്. പള്ളിവാസൽ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ഈ അണക്കെട്ട്. ഈ അണക്കെട്ടിന് സേതു പാർവതി ഡാം എന്ന് വേറൊരു പേര് കൂടിയുണ്ട്. അപ്പം കുണ്ടള ഡാം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിട്ടാൽ താഴെ മാട്ടുപ്പെട്ടി ഡാമിലാണ് ശേഖരിക്കപ്പെടുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. ഇവിടെ ചുറ്റും നല്ല ആംബിയൻസ്, അടിപൊളി ആംബിയൻസാണ് ഇതിൻ്റെ ചുറ്റുമുള്ളത്. വളരെ ശാന്തമായ അന്തരീക്ഷം, നല്ല തണുപ്പ്. ഇങ്ങനെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സ്ഥലങ്ങളാണ് ഇവിടെ. നല്ല ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. വെള്ളവും മലകളും വെള്ളങ്ങളും എല്ലാം കൂടെ ചേർന്നുള്ള നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണ് കുണ്ടൽ ഡാം. കുണ്ടള ഡാമിൻ്റെ മറ്റൊരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് യൂക്കാലിപ്റ്റസ് മരങ്ങളാണ്. എൻ്റെ പിന്നിൽ കാണുന്ന വലിയ ഘടാകടിയന്മാരായ യൂക്കാലിപ്റ്റസ് മരങ്ങളാണ് ഇവിടുത്തെ കാഴ്ചകളെ സുന്ദരമാക്കുന്നത്. പണ്ട് ജഗതി പറഞ്ഞ പോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളെ ചുറ്റി നടന്ന് പ്രണയിക്കാം. ധാരാളം ഫോട്ടോകളൊക്കെ എടുക്കാം. ധാരാളം പേരുടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസാണ്. ഈ മരം ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു നല്ല ഭംഗിയാണ്. കുണ്ടള ഡാമിലെ മറ്റൊരു മനോഹരമായ കാഴ്ച ചെറി പുഷ്പങ്ങളാണ്. കുണ്ടള ഡാമിൻ്റെ സൈഡിൽ കാണുന്ന ചെറി പുഷ്പങ്ങളാണ്. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ചെറി ബ്ലോസം ഉണ്ടാവുക. ജപ്പാനിൽ മാത്രം വളരെ ഫേമസ് ആയിട്ടുള്ള ചെറി ബ്ലോസം മലയാളിക്ക് അത്ര പരിചിതമല്ല. എങ്കിലും വർഷത്തിൽ 2 വർഷം ഇത് പൂക്കും. അപ്പോഴത്തെ കാഴ്ച വളരെ മനോഹരമായിരിക്കും. ഇപ്പോൾ ചെറിയ പൂവായിട്ട് വരുന്നതേ ഉള്ളൂ. കുണ്ടള ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നിങ്ങൾക്കെൻ്റെ നല്ല നമസ്കാരം.